1991. Birds and people are living together in seemingly perfect harmony until one day a young man catches fire. This is Phoenix. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വില്ലേജ് ജീനിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ട്രൈക്കിൻ്റെ വർക്ക് ഏകദേശം തീർത്തുകൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാവരും പറഞ്ഞായിരുന്നു വണ്ടിയുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാൻ. കാരണം വേറൊന്നുമല്ല, നമ്മളിതൊരു കസ്റ്റമൈഡ് വെഹിക്കിൾ ഉണ്ടാക്കാൻ നേരത്തെ എല്ലാവരും പറയും എല്ലാവർക്കും കാണണമെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഇനി ഇടുന്ന നമ്മൾ എല്ലാ വീഡിയോസും നല്ല ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഇടുന്നത്. ഓരോ വർക്കും നമ്മൾ വിഷ്വൽസ് ഒന്നും കട്ട് ചെയ്യുന്നില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇടാനായിരിക്കും. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങൽ എത്തുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കുക. ബോറടിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്നെ പറയാനുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാനെന്നും അല്ലെ കമന്റ് ബോക്സിൽ ഞാനെന്നും ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് പൈസ ഒന്നും പോകുന്ന കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നിങ്ങൾ വണ്ടി കണ്ടല്ലോ. അപ്പോൾ നമുക്ക് വണ്ടി നേരെ വെൽഡിംഗ് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം വെൽഡിംഗ് ഇവിടെ വെച്ച് ഞാനായിരുന്നു പ്ലാൻ ഇട്ടത്, പക്ഷേ അത് നടന്നില്ല. നമ്മൾ ഷോപ്പിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പോയി വണ്ടിയുടെ വർക്കും കണ്ടിട്ട് വാ. ഇപ്പോൾ നോക്കി നമ്മൾ വണ്ടിയുടെ ചേസസും കാര്യങ്ങളൊക്കെ മോഡലൊക്കെ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു ചേട്ടായി വന്നായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പരിചയത്തിൽ സണ്ണിച്ചേട്ടനാണ് പുള്ളി. ഇങ്ങനെ വെൽഡിങ് റിലേറ്റഡ് വർക്കൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളി വന്ന സമയത്ത് വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ നേരെ എടുത്ത് നമ്മുടെ പുള്ളിയുടെ ഷോപ്പിലോട്ട് മാറ്റണം. അവിടെ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിസിറ്റി കിട്ടും ആണല്ലേ. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെൽഡിംഗ് ഷോപ്പിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ബാക്കി വിഷ്വൽസ് കാണിക്കാം. അപ്പോൾ കുറേ സാധനം കിട്ടും. നമ്മുടെ പീസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. കൊണ്ടുപോകണം മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളതേ നേരെ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ സണ്ണിച്ചേട്ട വെൽഡിംഗ് ഷോപ്പിലേക്ക്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുപോവാണ്. ഓട്ടോറിക്ഷയ്ക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഒരു വണ്ടി മൊത്തം പൊളിച്ച് പാർട്സാക്കി കൊണ്ടുപോവാണ്. അപ്പം ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇതിൻ്റെ പുറകിൽ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ ഷോപ്പിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കറണ്ടൊന്നും ഇല്ലായിരുന്നു. കാരണം മഴ ആയതുകൊണ്ട് കറണ്ടിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ എഞ്ചിനും ബാക്കിലെ വീൽ സിസ്റ്റവും കൂടെ നമ്മൾ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കൂടെ ജസ്റ്റ് ഒരു മോഡലാക്കി വെച്ചിട്ടുണ്ട്. ശേഷം നമ്മളെല്ലാം സ്പോട്ട് ചെയ്ത് നിർത്താനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ കറണ്ടൊക്കെ വന്നിട്ട് വേണം ബാക്കി പരിപാടികൾക്ക് വേഗം നോക്കാൻ. നമ്മൾ കൊണ്ടുവന്ന പീസുകളാണ് കേട്ടോ എല്ലാം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ട്രൈക്കറിന് വേണ്ടിയുള്ള ബേസ് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് താങ്ങി നിർത്താൻ വേണ്ടിയുള്ള ഓരോ ജോയിൻറ്റ്സ് ഇപ്പോൾ അടിച്ച് റെഡിയാക്കി വെക്കുകയാണ്. ഇപ്പോൾ ഉള്ള സമയം കൊണ്ട് പെട്ടെന്ന് ചെറിയ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ചിട്ട് നമ്മൾ എൽ ഷേപ്പ് അറിയില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. ആ എൽ ഷേപ്പിൽ കുറച്ച് പീസുകൾ നമ്മൾ സ്പോട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്ന രീതിയിലാണ് എഞ്ചിൻ സെറ്റ് ചെയ്യുന്നത്. ബൈക്കിനേക്കാൾ ഒരു അല്പം കൂടെ ഹൈറ്റിൽ വേണം നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈക്കറിന്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെൽഡിങ് എനിക്ക് അത്ര പെർഫെക്റ്റ് അല്ല. ഞാൻ വെച്ചാൽ നമുക്ക് ഓണത്തിന് മാവേലി വരുന്നവരെ വല്ലപ്പോഴുമാണ് വെൽഡിങ് സെറ്റൊക്കെ കൈ കിട്ടാറ്. അപ്പം ഇതുപോലത്തെ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി തന്നത് സണ്ണിച്ചേട്ടനാണ്. അപ്പം എൻ്റെ ഒരുപാട് സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരികയും, അതായത് നമ്മളിപ്പോൾ ഓരോന്നൊക്കെ വെക്കാൻ നേരത്ത് നമ്മൾ മുൻകൂട്ടി കാണുമല്ലോ. നമ്മളിപ്പോൾ ഇവിടെ ഒരു പൈപ്പ് നമ്മൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു പൈപ്പ് വെക്കുന്നിടത്ത് വല്ല തടവോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം അല്ല അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു വെൽഡിങ് ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ എപ്പോഴും കട്ട് ചെയ്ത് കളയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതൊരു അല്പം ടഫായ ജോബ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എന്താ പറയുക ബാലൻസ് ചെയ്യാനുള്ള റാഡ് നമ്മൾ ചെയ്യാൻ പോകണം. ടയൽ ഷേപ്പിലുള്ള ഒരു ഇപ്പോൾ എന്താ പറയുക ഒരു ബാലൻസിങ് റാഡ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ രണ്ടാമത്തെയാണ്. ഏകദേശം 4 എണ്ണം നമ്മളങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്.
ഓരോ തവണയും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം കറണ്ട് പോകുന്നത് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. കറണ്ട് നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുമായിരുന്നു പല തവണയായിട്ട് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പം നമ്മൾ മാനസികമായി വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു ഈ ഒരു വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് ബാക്കിലേക്കുള്ള ചേസസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇതൊരു കോമൺ ചേസസ് ആണ് കേട്ടോ. ഈ കണ്ടല്ലോ, ഈ ഇതൊരു കോമൺ ചേസസ് ആണ്. സസ്പെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി സസ്പെൻഷൻ സ്ട്രെങ്ത് വേണം. അപ്പോൾ നമ്മൾ 3 സസ്പെൻഷനാണ് ഈ വണ്ടിക്ക് വെക്കുന്നത്. അപ്പോൾ നമ്മൾ മിഡിൽ ബോൾട്ടായിട്ട് ഇതുണ്ടല്ലോ, നമ്മുടെ ബൈക്കിൻ്റെ ആക്സിലാണ് മിഡിൽ ബോൾട്ടായിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ആക്സിൽ ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓൺ ദ റെഡിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കട്ടിങ് ഉണ്ട്. അവിടെയുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ വെൽഡ് ചെയ്തിട്ട് ഞാൻ ബാക്കി പരിപാടി കാണിക്കും. കാരണം ഈ വെൽഡ് ചെയ്യലും ക്യാമറ എടുക്കലും ചേട്ടൻ്റെ കൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലും ചേട്ടൻ്റെ കൂടെ നിൽക്കലൊന്നും രണ്ടും ഒരുമിച്ച് നടക്കത്തില്ല. അപ്പോൾ ആ പരിപാടികളെ ഞാൻ ഇംഗ്ലീഷ് ലെവൽ പഠിപ്പിക്കില്ലായിരുന്നു നമ്മൾ. അന്നേരം ബാക്കി ഇരുന്ന് ഇതിന്റെ പ്ലാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പകുതിയായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ കിരൺ എന്ന് പറയുന്ന ഒരാളെ പറ്റി നിങ്ങൾ കേട്ടുകാണല്ലോ. ഇതിന് മുമ്പത്തെ ഒരു 10 സെക്കൻഡ് മുമ്പ്. ഇത് അവൻ എൻ്റെ സുഹൃത്താണ്. അപ്പം ഞാനും അവനും കൂടെ പണ്ട് ഇതുപോലെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താ പറയുക, ഒരു വണ്ടി ചെയ്യണം. പക്ഷെ ഞങ്ങൾ ചെയ്ത ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ റേസിംഗ് കാറില്ലേ, ഫോർമുല 1 കാണുന്ന കൂട്ട് ആ ഒരു റേസിംഗ് കാർ ഉണ്ടാക്കാനാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അന്നത്തെ നമ്മൾ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ സാഹചര്യങ്ങളൊന്നും അതിന് അനുകൂലമായിരുന്നില്ല. പിന്നെ ഇപ്പം കൊറോണയൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് ലീവൊക്കെ വന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഐഡിയ ഏകദേശം ഒരു 1.5 വർഷം ഒരു വർഷം മുമ്പ് എൻ്റെ കൂട്ടുകാരൻ ഞാനിവിടെ പ്ലാൻ ചെയ്ത്, അതായത് ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു +2. അപ്പോൾ നമ്മൾ വെൽഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരൻ വന്നത്. കാരണം വെച്ചാൽ നമുക്ക് വണ്ടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ നടന്നു പോകും. ഞാൻ രാവിലെ നടന്ന് പിന്നെ വൈകിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. വെൽഡിംഗ് ഷോപ്പ് ഏകദേശം 4-4.5 കിലോമീറ്റർ നടക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ സൈക്കിൾ കൊണ്ട് വന്നാൽ, അപ്പോൾ അവൻ്റെ സൈക്കിൾ ശരിയാക്കാൻ എൻ്റെ അയൽവക്കാണ് ജസ്റ്റിൻ. നമ്മൾ ഇതിനു മുമ്പ് ഒരു ഫാറ്റ് ബാക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ കക്ഷിയുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ അടിച്ചു വെച്ചേക്കുവാണ്. അപ്പം നമ്മൾ വീട്ടിലോട്ട് പോവാം. വണ്ടിയൊന്നുമില്ല, കാൽനടയും സൈക്കിളും എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് പോകുന്നത്. ചിലയിടത്ത് നടക്കും, ചിലയിടത്ത് നമ്മൾ ഓടും. അതൊന്നും ഒരു വിഷയമല്ല. നമ്മളിനിയും വണ്ടി പണിയുന്ന വേണ്ടിയില്ലേ. ഓക്കെ, അപ്പം അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഓരോ വണ്ടി ഉണ്ടാക്കുമ്പോഴും ഓരോരോ വലിയ കഷ്ടപ്പാടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്കി വർക്കുകൾ നാളെ നോക്കണം. നാളെ രാവിലെ രാത്രിയൊക്കെ പിന്നെ വരണം. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വർക്ക് ഇത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനിയും വർക്കുകൾ പെൻഡിങ് ആണ്. ഓക്കെ, അപ്പം അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. കാരണം ഒരുപാട് ഷോട്ടുകളുണ്ട്. കാരണം വർക്ക് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തത്. കാരണം ഇങ്ങനെയുള്ള കസ്റ്റം മെയ്ഡ് വെഹിക്കിൾസ് ഒക്കെ ചെയ്യാൻ നേരത്ത് വർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ എല്ലാവർക്കും ഒരു താല്പര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്നാ പറയുക, അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ,
അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇതിന് നല്ല കണ്ടന്റുമായിട്ടും നല്ല വീഡിയോ ആയിട്ടും വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.